നമ്മുടെ സർപ്രൈസ് പൊളിച്ചേനെ എല്ലാരും കാണിക്കുമ്പോ തന്നെ മനസ്സിലാവും. ഹലോ, എല്ലാവർക്കും സ്വാഗതം. കൊറേ ആയി മണിക്കൂട്ടൻ സ്വാഗതം പറയാത്തത്. എവിടെയാണ് അമ്മയും മക്കളും നല്ല ഒരുങ്ങി സുന്ദരിക്കുട്ടിയാണല്ലോ. എടുത്തേക്കാന്ന് സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോകുന്നേ. നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്ഥലമായിരിക്കില്ല. അതെ, ഇന്ന് ഒരു പ്രത്യേക വ്യക്തിനെ കാണാൻ വേണ്ടിട്ടോ നല്ല സിനേട്ടാ. അതെ, അപ്പൊ നമ്മളൊരു ഫ്രണ്ട്സും കൂടിയാണ്. അപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. ആദ്യമായിട്ടാ പോകുന്നത്, നമ്മൾ അവരെ വീട്ടിലേക്കാ പോകുന്നല്ലേ. അതെ, ആളെ പേരും സ്ഥലവും പറഞ്ഞു. സർപ്രൈസ് ആക്കണം വെച്ചിട്ടാ. അല്ല, സർപ്രൈസ് ആക്കി ഇപ്പൊ തന്നെ കാണുമ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ അടുത്തേക്കാണെന്നുള്ളത്. അപ്പൊ നമ്മള് അടുത്തേക്ക് പോകുന്ന സിനേട്ടാ, നമ്മൾ പോകുന്നത് മട്ടന്നൂരേക്ക്. നമ്മൾ മട്ടന്നൂരേക്ക് രഹസ്യമായിട്ട് പറഞ്ഞു അല്ലെ. കേട്ടവർക്ക് കേട്ടു, അല്ലെങ്കിൽ നമുക്ക് അത് എത്തിയുമ്പോ കാണാം അല്ലെ. ആളെ കാണുമ്പോ നമുക്ക് കാണാതെ. അപ്പൊ ശരിക്കും പറഞ്ഞ ഇന്ന് നമ്മള് എന്താന്ന് പറയണ്ടേ, പ്രതീക്ഷിക്കാതെ ഉള്ളൊരു പോക്കാണ്. ചെറിയൊരു ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അല്ലെ പെട്ടെന്ന്. അതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന് ഈ കുട്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് ലീവ് ദിവസമല്ല നമ്മ പുറത്തേക്ക് ഇറങ്ങല്. ഇന്ന് പറഞ്ഞാൽ ഇന്ന് ചൊവ്വാഴ്ച തന്നെയല്ലേ. ഇന്ന് ചൊവ്വാഴ്ച. അപ്പൊ നമുക്ക് വിളിക്കേണ്ടി വന്നു. അപ്പൊ വിളിച്ച് സംസാരിച്ചിട്ട് നമ്മള് പോവാന്നുള്ള രീതിയിലാണ് നിന്നതല്ലേ. അപ്പൊ അവരാണ് കുട്ടികളെല്ലാം വന്നിട്ട് കൂട്ടിയിട്ട് വന്നു പറഞ്ഞു. ഇല്ലെങ്കിൽ രണ്ടാളും ഈടി ആക്കിയിട്ട് പോയിട്ടായിരുന്നു നമ്മൾ. അല്ലെങ്കിൽ ഉച്ചക്ക് പോകണമെന്ന് അങ്ങനെ ആയിട്ടാണ് നമ്മൾ ഉച്ചക്ക് പോകാന്നെല്ലാം വെച്ചിരുന്നതാണല്ലേ. എന്റെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇവന്റെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായി, അതിന് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് മീറ്റിംഗിന്റെ കാര്യങ്ങൾ ഇഷ്ടം പോലെ പറയാം. മീറ്റിംഗിന്റെ കാര്യങ്ങൾ അവന്റെ ഒരുപാട് കാര്യങ്ങളെല്ലാം നമുക്കത് കുറെ ചർച്ച ചെയ്യാനുണ്ട്. അതെല്ലാം നമ്മൾ പറഞ്ഞില്ല. പിന്നെ മേതുട്ടി എന്താണ് മേതുട്ടി ഒന്നും മിണ്ടുന്നില്ല, ഇന്ന് സൈലന്റ് ആണല്ലോ. വൈ 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 മേതുട്ടി. ഇപ്പൊ ആ വണ്ടി കയറിയിട്ട് ഉറങ്ങാനില്ല. അപ്പൊ ഇങ്ങനെ സ്കൂളിലും കൂടി ഇനി എന്തായാലും കിടന്നുറങ്ങും. സ്കൂൾ വിട്ട് വന്നതല്ലേ. ഇനിയിപ്പോ വണ്ടിയിൽ കുറച്ച് ഇറങ്ങാൻ ഒന്ന് AC എല്ലാം കൊള്ളുമ്പോഴേക്ക് മേതുട്ടി നല്ല ഉറക്കുറങ്ങും അല്ലേ മേതുട്ടി. മട്ടന്നൂരല്ല, നമ്മ മട്ടന്നൂർ എന്നാ പറഞ്ഞത്. ഞാൻ മട്ടന്നൂരല്ല കേട്ടാ, എനിക്ക് തോന്നുന്നു കണ്ണൂർ തന്നെ. കണ്ണൂര് എടാ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് സ്ഥലം ഓർമ്മയില്ല കേട്ടാ. ഏതായാലും ശരിക്കും മറന്നു പോയിട്ടാ ഞാൻ ആ സ്ഥലത്തിന്റെ പേര്. മാട്ടൂല് അങ്ങനെ മാട്ടൂല് അങ്ങനെ എന്തോ ആണ് എനിക്കറിയില്ല. അത് വൈകി പോകും. അത് ശരിയാണ്. വാ നമുക്ക് ഇറങ്ങാം എന്നാല്. 2 മണിക്കൂർ യാത്രയൊന്നും ഇല്ല അല്ലേ. സത്യം പറഞ്ഞാൽ കുറച്ച് യാത്രയില്ല, പക്ഷെ ഒന്നാമത് ബ്ലോക്കും കാര്യങ്ങളിലായതുകൊണ്ട്. ഏത് റൂട്ടിലേക്ക് കൂടി അതിന് കണ്ണൂരിൽ പോകണല്ലോ ഒരു അതേ കൂടെ പോകണ്ടേ. അപ്പം ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അധികം ചർച്ച ചെയ്യാണ്ട് നമ്മൾ ഇറങ്ങുകയാണ് കൂട്ടുകാരെ. മീറ്റിങ്ങിന് പോയ വിശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മണിക്കൂറിനെ കുത്തി ചോദിക്കുന്നേ, മലയാളം മിസ് എന്ത് പറഞ്ഞു, ഇംഗ്ലീഷ് മിസ് എന്ത് പറഞ്ഞു. അപ്പൊ ആകെ ഓനെ കുറിച്ച് നല്ലത് പറയുന്നത് മലയാളം മിസ്സേ ഇല്ലു. ബാക്കി ആരെയും ചോദിക്കുന്നില്ലേ. ശ്രീനാട്ടിന് ഓരോ മിസ്സുമാരെ പറയുമ്പോ ചോദിക്കുന്നത് മലയാളം മിസ് എന്ത് പറഞ്ഞു. ആകെ വീട്ടിൽ നിന്ന് ഒരിക്കൽ ചോദിച്ചിട്ട് മലയാളത്തിൽ മണിക്കൂട്ടൻ അത്യാവശ്യം മോശമില്ലാത്തതാണ്. അപ്പൊ മലയാളത്തിൽ മാത്രമേ ഇല്ലു തോന്നുന്നു. അങ്ങനെ പറയരുത്, നമ്മള് തമാശക്കല്ല. ഒരാളിതാ വണ്ടി കേറിയാട് കിടന്നുറങ്ങി. മണിക്കൂട്ടൊന്ന് കാണിച്ചു കൊടുക്കാല്ല. ഇതാ കേറി കഴിഞ്ഞപ്പാടും എപ്പോഴും ഇല്ല പോലെ തന്നെ ഓളെ ഉറങ്ങി. നമ്മളിപ്പം പ്ലാത്തറി എത്തിയല്ലേ സേനാട്ടാ. നമുക്ക് പിന്നെ പഴയങ്ങാടി അതെല്ലാം കഴിഞ്ഞിട്ട് ഇട്ടാ മതി. നമുക്ക് ഇത് അയച്ചിട്ടുണ്ട്. എവിടെ പോന്ന് പറഞ്ഞിട്ട് ആളെ പേര് പറഞ്ഞു. അങ്ങനെ പേര് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മള് ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. 10-30 കിലോമീറ്റർ ഉണ്ടാവും. അതിനിടയ്ക്ക് ഉണ്ട്. അതെ അത്ര ഇടയ്ക്ക് ഉണ്ട്. അപ്പൊ ഏതായാലും നമ്മള് മാപ്പ് ഇട്ടിട്ട് ഇപ്പൊ പോകുന്നതാണ്. മേധുവിന് എന്തായാലും ഉറങ്ങാനുള്ള ഇഷ്ടം പോലെ സമയമുണ്ട്. ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞാല് അല്ലേ. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 6-6:30 സന്ധ്യ ആവൂട്ടാ. കാരണം ഇന്ന് നമുക്ക് പോവാതെ പറ്റുകയും ചെയ്യില്ല അല്ലേ. അങ്ങനെ ഒരു അർജന്റ് കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മള് രാവിലെ ഏതെങ്കിലും ഒഴിവുള്ള ദിവസം പോവുമായിരുന്നു. അപ്പൊ പിന്നെ ഇത് അത്രയും എമർജൻസി ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇന്ന് തന്നെ പോയേ പറ്റൂ. അപ്പൊ ആ പൂച്ച എന്തിനാ മുറിയെന്നെ കിടന്നു പൂച്ചേനെ കിടന്നു. എത്ര സമയം ഉണ്ടായിനെ. ഇനി എന്നാ പിന്നെ നമുക്കിനി കാണാം.
അങ്ങനെ നമ്മളിതാ പറഞ്ഞ സ്ഥലത്ത് എത്താൻ വേണ്ടി പോന്നല്ലേ. ലൊക്കേഷൻ ഇട്ടത് ഇടക്ക് ശ്രീനാഥിനൊന്ന് തെറ്റിച്ചു. അതെ, എന്റെ മനസ്സിൽ വിചാരിച്ച വേറെ എവിടെയോ സ്ഥലമാണ്. അതെ, അങ്ങനെ ഞാൻ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് ചുറ്റിട്ടാ. അതെ. എന്നിട്ട് ഇപ്പൊ നമ്മളിതാ ചുറ്റി അവിടെ എത്താൻ വേണ്ടി പോകുന്നത്. ഇതാ രണ്ടാളും നല്ല ഉറക്കാന്നേ. നമുക്ക് ആ വൈകുന്ന ഇവരെ എണീപ്പിക്കൊന്ന് അല്ലേ? നല്ല മേതൂട്ടി അന്നേരം ഉറങ്ങി ഉറക്കന്നെ. അതെ, ആ ഒരു ക്ഷീണത്തില് അങ്ങ് ഉറങ്ങിപ്പോയി. ഇനിയിപ്പൊ നമുക്ക് ആടെ എത്തിയിട്ട് കാണാം ആരെയാ കാണുന്നു ഒന്നും അല്ലല്ലേ. അപ്പൊ സർപ്രൈസ് ആടെ എത്തിയിട്ട് പൊളിക്കാം. നമ്മള് സർപ്രൈസ് പൊളിച്ചു. ഇനി എല്ലാരും കാണിക്കുമ്പോ തന്നെ മനസ്സിലാവും എന്തായാലും. നമ്മള് പറഞ്ഞിട്ടില്ല വീട്ടിൽ നിന്ന് എവിടെയോ വരുന്നേന്ന്. നമ്മള് ബ്ലോഗ് ഫോർ യു എന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മളെ സജീഷ് ചേട്ടന്റെ വീട്ടില്. സജീഷ് ചേട്ടന്റെ മൈക്കിലാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടാവേണ്ട. വീഡിയോ കാണുന്നവർക്ക് നമ്മളെ അറിയോന്ന് അറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ അങ്ങനെ കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചല്ല കണ്ടുമുട്ടിയത് ശരിക്കും നമ്മള് ശരിക്കും പറഞ്ഞത് 10 കിലോമീറ്ററിന്റെ വ്യത്യാസം ഉള്ളെങ്കിലും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എറണാകുളത്ത്. പറയാൻ പറ്റൂല. പക്ഷെ എന്റെ വോയിസ് കേൾക്കുമ്പോ എല്ലാരും പറഞ്ഞു കണ്ണൂരാന്ന് ആയിരിക്കും അന്നേരം മനസ്സിലായി. തോന്നിയിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മളെല്ലാവരും കണ്ടു. ഇത് അമ്മ, അച്ഛനുണ്ട്, അച്ഛൻ പുറത്തെവിടെ ഉണ്ട്. പിന്നെ ഇതാണ് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ വീടും ഈ സ്ഥലമൊക്കെ എപ്പോഴും. അപ്പൊ എന്തായാലും ഇവര് വീട്ടിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം മക്കളെ എല്ലാരായിട്ട് ഇതുപോലെ ആദ്യമായിട്ടാണ്. അന്ന് ഇവരെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, കുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാ ഞാൻ ശ്രദ്ധിച്ചില്ല. ആണല്ലേ, ഓർമ്മക്കുറവാടാ. പോട്ടെ, വയസ്സ് പ്രായമല്ല. പ്രായം പറയേണ്ടി വരും. ഇല്ല, പ്രായം നമ്മളെ കണ്ടാ പറയൂല. പക്ഷെ എല്ലാരും നമ്മളെ ചേട്ടന്മാരെന്ന് വിളിക്കല് അല്ലെ, ചേട്ടാ ചേച്ചിന്ന് വിളിക്കുക. അപ്പൊ അതിൽ സന്തോഷം. അപ്പൊ എന്തായാലും ഇവര് വന്നതിൽ സന്തോഷം. ഞാൻ എന്തായാലും ഇവരുടെ വ്ളോഗ് ഇപ്പൊ ഫുൾ നമ്മളങ്ങടെ ഏറ്റെടുത്തിട്ടാ. ഇവരുടെ വ്ളോഗ് ഇപ്പൊ നമ്മളങ്ങ് ഏറ്റെടുത്തു. നമ്മളെ എപ്പോഴും കാണുന്നില്ല, അതുകൊണ്ട് ഇനി കുറച്ചേരം ഇവര് പറയട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വ്ളോഗ് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവര് വന്നതല്ല, അപ്പൊ ഇവരങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നമ്മുടെ ചാനലിൽ ഒരു വ്ളോഗ് എടുത്തിട്ട് വിടുള്ളൂ. മക്കളെ എന്തു പറയുന്നു, സുഖല്ലേ? അടിപൊളി. പിന്നെ വീഡിയോ അടിപൊളിയാണ്. ഷോർട്സ് ആണ് ഞാൻ കൂടുതൽ കാണുന്നത്. ഷോർട്സ് എല്ലാം ഞാൻ കാണലുണ്ട്, അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇവർ രണ്ടാളും പിന്നെ എപ്പോഴും ഉണ്ട് മൈൻഡില്. ആ ഞെട്ടലില്ലെങ്കിൽ തീർന്നു. അതാണ് ഞാൻ പറഞ്ഞു കിടക്കണം, എട് അവരൊക്കെ ഞെട്ടാണില്ല, അതുപോലെ ഞെട്ട്. എന്തായാലും സൂപ്പർ, സന്തോഷം. ചായ കുടിക്കേണ്ടി വരാം. നമ്മളെ ഇവിടെ വന്ന പിന്നെ മണിക്കുട്ടൻ ഫാൻസ് മാറിയിട്ടാ. ഇന്നലെ വരെ നെയ്മർ ഇന്ന് മെസ്സി ആയില്ലേ നീ മണിക്കുട്ട? എന്നാലും തോക്കുമ്പോ ഇങ്ങനെ മാറലുണ്ട്. എന്നാൽ ഇങ്ങനെ ടീം മാറും. മെസ്സിയോട് ചെറിയൊരു സ്നേഹമില്ലേ? അങ്ങനെ പറയുന്നത് മെസ്സി ഫാൻ. മെസ്സിന്റെ ആള് ഇവനാണ്, ഇന്ദ്രു ആണ്. കൂടുതൽ നെയ്മറിനെയാണ്. നിന്റെ മെസ്സിനെ പറയുന്നു. അതെ, മെസ്സിന്റെ ആള് മെയിൻ ഇന്ത്യയാണ്. അതെ, ഇപ്പൊ മെസ്സിയായി. പോനെ. അപ്പൊ നമ്മള് എന്തെല്ലോ പറഞ്ഞ അടയാളപ്പെടുത്തിയ കാലമേ കെട്ടിക്കാരങ്ങൾ. അതെല്ലാം ഉണ്ട് കേട്ടോ. അവനെ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു തീർത്തു. അമ്മ എന്നാന്ന് മനസ്സിലായിട്ടാ. ഇത് ഇയാളെ അറിയേയില്ല. എന്തെല്ലോ പരിപാടി കേട്ടോ. അത് ഇപ്പൊ വന്ന് കളിയെല്ലാം ബോർഡെല്ലാം കളിക്കാൻ വേണ്ടി പോയിരുന്നു. ആദ്യം മിണ്ടാണ്ടെന്നാണ്, ഇപ്പൊ നമ്മളെ വേണ്ട, ദുർഗേന്റെ കൂടെ അങ്ങ് പോലായി. അപ്പൊ നമ്മളൊരു ചെറിയൊരു മറ്റേ ഒരു ഡാൻസ് പിടിക്കാൻ വേണ്ടി. അതെ, ഓക്കെ. അപ്പൊ എല്ലാരും വെയിറ്റ് ആൻഡ് വാച്ച്. അതെ, അല്ലേ? വേണമെങ്കിൽ സ്വീകരിക്കാം. ഏതെങ്കിലും ഒരു മഴ വരും എന്തായാലും. ഓക്കെ, പാട്ട് 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 ഓക്കെ ഓക്കെ.
അതുകൊണ്ട് 1-2 ഷോർട്സ് ഒക്കെ അങ്ങനെ എടുത്തു ഫുഡെല്ലാം കഴിച്ചിട്ട് പോവാം. അല്ല ഞാൻ അഭിനയിപ്പിച്ചിട്ട് ഇവിടെ ഉള്ളായിരുന്നു അവസരം നഷ്ടപ്പെടുത്തിയില്ലേ? എന്തായാലും രാത്രിയായി കേട്ടോ, സമയം ഇപ്പൊ 8 മണിയായി. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവര് അവിടെ വീട്ടില് അമ്മ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോവാൻ വേണ്ടി നിൽക്കുന്നു. ഇവര് വീട്ടിൽ നമുക്ക് പോവാം അല്ലേ? അതെ അതെ അല്ലേ? അപ്പൊ എന്തായാലും ഇവരുടെ ചാനലില് ഇവരുടെ ചാനലില് ഈ വീഡിയോ കാണാം, അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ കാണാം. തീർച്ചയായും തീർച്ചയായും. അപ്പൊ ടാറ്റ. അപ്പൊ വീണ്ടും സന്ധിപ്പേ. ബൈ ബൈ. അമ്മ ടാറ്റ പറഞ്ഞേ. ഓക്കെ. അപ്പൊ അതായി. ഇനി വേറെ നിങ്ങളുടെ നമുക്ക് പോവാല്ലേ? വേഗം പോവാന്ന് വെച്ചിട്ട് വന്ന സമയം ഇപ്പൊ നമുക്ക് എത്രയായല്ലേ? പെട്ടെന്ന് വരാം അല്ലേ? പെട്ടെന്ന് പോവാന്ന് വെച്ച് ഇപ്പൊ ഒരുപാട് സമയം സതീഷ് ഭായിയോട് സംസാരിച്ച് സമയം പോയത് അറിയില്ല. തീരുന്നില്ല. ഇനിയിപ്പോ ഇവര് അങ്ങോട്ട് പോയിട്ട് ബാക്കി പറയാം. ഇനി അങ്ങോട്ട് ഇരിക്കാം ഒരു ദിവസം നമ്മൾ അങ്ങോട്ടേക്ക് വരാം അല്ലേ? അപ്പൊ സന്തോഷം. ഓക്കെ. അപ്പൊ നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നല്ലേ? അതെ. മേതൂട്ടിക്കൊന്നും വരണതേ ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് കളിക്കാൻ ആളെ കിട്ടിയോണ്ട് ആദ്യം ഒരു ചെറിയൊരു നാണലുണ്ടായിരുന്നു. അത് ഉറങ്ങി എണീച്ചതിന്റെ ഒരു മടി. പിന്നെ ഇഷ്ടായല്ല അവിടെ കളിക്കാൻ കുറച്ച് കഴിയുമ്പോ ഏച്ചീന്റെ ഏട്ടന്റെ പേരെല്ലാം കൂടി പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ വിളിച്ചാൽ വരാത്ത അവസ്ഥയായി. അതെ, അങ്ങനത്തെ കളിച്ചാലും മതിയാവൂലോ. അപ്പൊ അങ്ങനെ നമ്മള് തിരിച്ച് നമ്മളെ വീടിന്റെ അടുത്ത് എത്താനായി. അതെ, അപ്പൊ നമ്മള് പരിയാരം ചൊടല കഴിഞ്ഞ് നമ്മളെ വീടിന്റെ അടുത്തേക്ക് എത്താനായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.